റമീസ് ബ്രോ എന്താ വർക്ക് വെൽഡാണ്? യെസ്, വെൽഡാണ്. നമ്മൾ പ്രൈസ് ടാഗ് ഒട്ടിക്കുകയാണ്. ഇങ്ങനെയാണല്ലേ. ഇതൊന്ന് QR കോഡാണല്ലോ. സാധാരണ എല്ലാ ഷോപ്പിലും ബാർകോഡെല്ലാം ഉണ്ടാവില്ലേ? അതെ, അതായത് ബാർകോഡ് പഴയ സ്റ്റൈലാണ്. ഇപ്പോൾ എന്താ പറയുക, QR കോഡ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതെന്ന് പറയാനുള്ള കാരണം എന്താ പറയുക ഷെബിയ? അതെന്താ കാരണം? അതായത് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്കും അതുപോലെ ബാർകോഡാണോ QR കോഡാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ല QR കോഡ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ കാരണം എന്താ വെച്ചാൽ കൂടുതൽ ഡാറ്റകൾ ഇതിൽ കൊള്ളും. അത് മാത്രമല്ല, നമ്മൾ ഈ ബാർകോഡ് അടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, ഈ പ്രിൻ്റ് ചെയ്യണ മെഷീൻ, പ്രിൻ്റർ, ആ പ്രിൻ്റർ 2 കൊല്ലം കഴിഞ്ഞാൽ അതിൽ ഹെഡ് കംപ്ലൈൻ്റ് ആവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് ആയിരുന്നു പ്രിൻ്റ് എടുത്തതാണ്. അതിൽ ഈ ലൈൻസ് വരും. ഹെഡ് കംപ്ലൈൻ്റ് ആയാൽ ഇങ്ങനത്തെ ഒരു ലൈൻസ് വരും. അപ്പോൾ ഈ നമ്മൾ ഈ ബാർകോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക. ഈ ബാർകോഡിന് ഒരു ലൈൻസ് പതിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ റീഡിങ് കംപ്ലൈൻറ്റ്, ലൈൻസ് വന്നാൽ അതെ പ്രശ്നം വരില്ല. അതെ പ്രശ്നം വരും. പിന്നെ ഒരു ബാർകോഡ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു QR കോഡ് ഡിസൈൻ ചെയ്യണം, ആ സ്റ്റിക്കർ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിപ്പോൾ നമ്മളിപ്പോൾ വിലയുണ്ട്. ഇപ്പോൾ രാംരാജിൻ്റെ ബനിയനാണ്. അപ്പോൾ ആ രാംരാജിൻ്റെ ബനിയനാണ് ഇപ്പോൾ വിലയുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ ഈ സ്റ്റിക്കറിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മളെ ഷോപ്പിൻ്റെ നെയിം, പിന്നെ എന്താണ് ഐറ്റം എന്നുള്ളത്, പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ MRP, പിന്നെ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്, പിന്നെ എന്താണ് ആ ബ്രാൻഡിൻ്റെ നെയിം രാംരാജ്. അപ്പോൾ അതിൻ്റെ ഒരു ഈ സുക്ര എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. പിന്നെ അതിൻ്റെ സൈസ്, നമ്മൾ QR കോഡിൻ്റെ നമ്പർ. ഈ QR കോഡ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്കാൻ ചെയ്യാനും ബാർകോഡിന് സ്പീഡാണ്, പിന്നെ പുതിയ അപ്ഡേഷനുമാണ്. പിന്നെ ഈ ബാർകോഡിൻ്റെ അതേമാതിരി QR കോഡിൻ്റെ സ്റ്റിക്കർ, അതിൻ്റെ പ്രിൻ്റർ, അതൊക്കെ വാങ്ങുന്നതുപോലെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് TVSൻ്റെ സെയിം സാധനം തന്നെ ഡൂപ്ലി വരുന്നുണ്ട്. അതായത് അത് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കുക, ഡിവൈസ് ആൻഡ് ഡ്രൈവേഴ്സിൽ പ്രിൻ്ററിൽ നോക്കിയിട്ട് അതിലുണ്ടാവും. TVS ആണെന്നുണ്ടെങ്കിൽ TVS എന്ന് വന്നിട്ടുണ്ടാവും, അല്ലാത്തത് ജസ്റ്റ് ഒരു ഡിവൈസ് എന്ന് വന്നിട്ടുണ്ടാവുള്ളൂ പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ കഴിയുന്നതും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുക. ഇനി അഥവാ ആർക്കെങ്കിലും അങ്ങനത്തെ സാധനം വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.